വചനം തിരുവചനം. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 13 തുടങ്ങി 16 വരെയുള്ള വാക്യങ്ങളിൽ യേശു കേസറിയ ഫിലിപ്പി പ്രദേശത്ത് എത്തിയപ്പോൾ ശിഷ്യന്മാരോട് ചോദിച്ചു, മനുഷ്യപുത്രൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? അവർ പറഞ്ഞു, ചിലർ സ്നാപക യോഹന്നാൻ എന്നും മറ്റു ചിലർ ഏലിയ എന്നും വേറെ ചിലർ ജെറമിയ അല്ലെങ്കിൽ പ്രവാചകന്മാരിൽ ഒരുവനെന്നും പറയുന്നു. അവൻ അവരോട് ചോദിച്ചു, എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ശിമയോൻ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണ്. യേശു തൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ പരിസമാപ്തിയോട് അടുക്കുന്ന സമയം കേസറിയ ഫിലിപ്പിയിലെത്തിയപ്പോൾ തന്നെക്കുറിച്ചുള്ള അഭിപ്രായം ആരായുകയാണ്. ഈശോയ്ക്ക് ജനങ്ങൾ തന്നെക്കുറിച്ച് എന്തു വിചാരിക്കുന്നു? തന്നോടൊപ്പമുള്ള ശിഷ്യന്മാർ തന്നെ എങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത് എന്നറിയുവാനുള്ള ത്വര കൊണ്ട് വളരെ സ്വതസിദ്ധമായി ഈശോ ചോദിച്ച ചോദ്യമാണിത്. അപ്പോൾ ശിഷ്യന്മാർ യേശുവിനെക്കുറിച്ചുള്ള പൊതുജന അഭിപ്രായം യേശുവിനോട് പറയുന്നത്, യേശുവിനെ ഇസ്രായേൽ ജനത്തിൽ അദ്വിതീയ സ്ഥാനം നൽകി അലങ്കരിച്ചിരുന്ന മഹൽ വ്യക്തികളുമായി താതാമ്യപ്പെടുത്തിക്കൊണ്ടാണ്. ചിലർ പറയുന്നത് യേശു ഏലിയ ആണെന്നാണ്. ആഹാബ് രാജാവിൻ്റെയും ജസബേൽ രാജ്ഞിയുടെയും കാലത്ത് ഇസ്രായേലിൽ പ്രവാചക ധർമ്മം നിർവഹിച്ചിരുന്ന വ്യക്തിയായിരുന്നല്ലോ ഏലിയ പ്രവാചകൻ. ധാരാളം പീഡനങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ അദ്ദേഹത്തിന് തൻ്റെ ദൗത്യ നിർവഹണത്തിൽ നേരിടേണ്ടി വന്നു. പ്രത്യേകിച്ച് ജസബേൽ രാജ്ഞി വിജാതീയ വിശ്വാസി ആയിരുന്നതുകൊണ്ട് ഈ പ്രവാചകനെ ഏതു വിധേനയും വകവരുത്തുക എന്നുള്ള ലക്ഷ്യത്തോടെ പല വിധത്തിലുള്ള അപകടങ്ങളിൽ പെടുത്തുന്നതിന് ശ്രമിച്ചിരുന്നു. അവയെല്ലാം തരണം ചെയ്ത് തൻ്റെ ദൗത്യം ജനമധ്യത്തിൽ നിർവഹിക്കുന്നു. പല പ്രാവശ്യം അദ്ദേഹം നാടുവിട്ട് ഓടിയിട്ടുണ്ട്. എങ്കിലും ദൈവത്തിനു വേണ്ടി തൻ്റെ ജീവനെ പണയപ്പെടുത്തി അഹോരാത്രം പണിയെടുത്തിട്ടുള്ള പ്രവാചക ദൗത്യം നിർവഹിച്ചിട്ടുള്ള പ്രവാചകനായിരുന്നു ഏലിയ. ഏലിയായെ ജനത്തിന് വലിയ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രവാചകൻ മരിച്ചിട്ടില്ലെന്നും ജീവനോട് സ്വർഗത്തിൽ പോയിട്ടുണ്ടെന്നും വീണ്ടും തിരിച്ച് വന്നിരിക്കുന്നുവെന്നും പൊതുജനം വിചാരിക്കുന്നതായി ശിഷ്യന്മാർ യേശുവിനോട് പറയുകയാണ്. അതുപോലെ തന്നെ ജെറമിയ പ്രവാചകൻ തൻ്റെ പ്രവാചക നിർവഹണ സമയത്ത് പല വിധത്തിലുള്ള പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നു. അദ്ദേഹത്തെ മരണപ്പെടുത്തുന്നതിന് പൊട്ടക്കിരട്ടിലിടുകയും
കല്ലെറിഞ്ഞ് കൊല്ലാൻ ശ്രമിക്കുകയും പല വിധത്തിലുള്ള അപകടത്തിൽപ്പെടുത്തി വധിക്കുന്നതിന് ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. അവയെല്ലാം തരണം ചെയ്ത് തൻ്റെ ദൗത്യം അദ്ദേഹം ജനമധ്യത്തിൽ നിർവഹിച്ചു. അങ്ങനെ അവരുമായി താരതമ്യപ്പെടുത്തി യേശുവിനെ ജനമധ്യത്തിൽ ഉന്നത സ്ഥാനം നൽകി ആദരിക്കാൻ ജനത്തിന് താൽപ്പര്യമായിരുന്നു. സ്നാപക യോഹന്നാൻ്റെ പ്രസംഗങ്ങളും അദ്ദേഹത്തിൻ്റെ വീരോചിതമായ ജീവിതവും വളരെയേറെ അവർ ഇഷ്ടപ്പെട്ടിരുന്നു. അദ്ദേഹത്തെ ഇവർക്ക് അത്രമാത്രം താല്പര്യമായിരുന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ സ്വീകരിച്ച് മതിവരാത്തതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ ജീവിതം കണ്ടപ്പോൾ സ്നാപക യോഹന്നാൻ വീണ്ടും വന്നിരിക്കുന്നുവെന്ന് അവർ കരുതുകയാണ്. സ്നാപക യോഹന്നാൻ അകാലത്തിൽ വീരമൃത്യു വരിക്കേണ്ടി വന്ന പ്രവാചകനാണെന്ന് നമുക്കറിയാം. യേശുക്രിസ്തുവിൻ്റെ സമകാലികനാണ് സ്നാപക യോഹന്നാൻ. ഇങ്ങനെ പൊതുജനത്തിൻ്റെ അറിവിൻ്റെ വെളിച്ചത്തിൽ യേശുക്രിസ്തുവിനെക്കുറിച്ച് വിലയിരുത്തൽ നടത്തുമ്പോൾ യേശുവിനറിയേണ്ടത് തൻ്റെ ശിഷ്യന്മാർ തന്നെക്കുറിച്ച് എന്താണ് കരുതിയിരിക്കുന്നത് എന്നാണ്. യേശു ചോദിക്കുന്നു, പൊതുജനം പലവിധമാണ്. അവർ അറിവിൻ്റെ നിലയിൽ നിന്നാണ് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ എന്നെ വിലയിരുത്താൻ സാധിക്കും. നിങ്ങൾ എന്താണ് എന്നെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്? പത്രോസ്ലീഹ അതിന് മറുപടി പറയുകയാണ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. പത്രോസ്ലീഹ ഇത് പറയുമ്പോൾ ദൈവത്തിൻ്റെ കരുണയുള്ള മുഖം യേശുക്രിസ്തുവിൽ എത്രയോ പ്രാവശ്യം പത്രോസും മറ്റു ശിഷ്യന്മാരും നേരിട്ട് കണ്ട് അനുഭവിച്ചിട്ടുണ്ട്. ഒരു ദിവസം നായിൻ പട്ടണത്തിലൂടെ ഈശോയും ശിഷ്യന്മാരും പോകുമ്പോൾ എതിരെ മറ്റൊരു കൂട്ടം ആളുകൾ വേദനയോടുകൂടെ ഒരു ശവമഞ്ചത്തെ ചുമന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് വരുന്നത് കാണാനിടയായല്ലോ. ഒരു വിധവയുടെ ഏക മകൻ മരണപ്പെട്ടിരിക്കുന്നു. ആ വേദനയുടെ നടുവിൽ നിന്നുകൊണ്ട് വിങ്ങിപ്പൊട്ടുന്ന അമ്മയുടെ മുഖം കണ്ട് തരിച്ചു നിന്നുപോയ യേശു ആ ശവമഞ്ചത്തിൻ്റെ അടുക്കൽ പോയി മൃതനായിരുന്ന യുവാവിനോട് നീ എഴുന്നേൽക്കുക എന്ന് പറയുന്നു. ആ യുവാവിനെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് നയിച്ച് അമ്മയ്ക്ക് തിരിച്ചു കൊടുക്കുന്നു. എന്തൊരു ഹൃദയഹാരിയായ അനുഭവമാണ് പത്രോസിനും കൂട്ടർക്കും കാണാൻ ഇടയായത്. ആ യുവാവിനെ അമ്മയ്ക്ക് തിരിച്ചു നൽകുകയാണ്. മോനെ, അമ്മയ്ക്ക് ആരുമില്ല, അമ്മയ്ക്ക് ഭർത്താവില്ല, ആകെ ഉണ്ടായിരുന്നത് നീയാണ്. നീയും കൂടെ നഷ്ടപ്പെടുമ്പോൾ അമ്മ തികച്ചും അനാഥമായി പോകും. ആ അമ്മയുടെ വേദന യേശുക്രിസ്തുവിൻ്റെ ഹൃദയത്തെ വളരെയേറെ വേദനിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ഉടനടി മകന് ജീവൻ നൽകി, അവനെ സജീവനാക്കി. അമ്മയ്ക്ക് നൽകിക്കൊണ്ട് കുടുംബത്തിൽ അവൻ്റെ ധർമ്മങ്ങൾ നിർവഹിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നതിന് ഇടം കൊടുക്കുന്നു. യേശു ജെറുസലേം ദേവാലയത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ബെത്സദാ കുളത്തിൻ്റെ വക്കൽ
38 വർഷമായി തളർവാദ രോഗത്താൽ പീഡിതനായി കഴിഞ്ഞിരുന്ന ആ വ്യക്തിയുടെ വാർത്തയറിയുന്നു. യേശു അതിവേഗം അജകപാടത്തിലൂടെ ബന്ധപ്പെട്ട് അവിടേക്കെത്തി ആ നിസ്സഹായനായ മനുഷ്യനോട് ചോദിച്ചു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അവൻ പറഞ്ഞു, എനിക്ക് ആരുമില്ല. യേശു അവനോട് പറഞ്ഞു, നിനക്ക് ഞാനുണ്ട്, നീ നിൻ്റെ കിടക്കയുമെടുത്ത് വീട്ടിലേക്ക് പോവുക. കുടുംബജീവിതത്തിൽ നിർവഹിക്കേണ്ട ഉത്തരവാദിത്വങ്ങൾ ഈശോ പറയാതെ തന്നെ പറഞ്ഞു കൊടുക്കുകയായിരുന്നു. നിൻ്റെ അഭാവത്തിൽ കുടുംബം ഇന്ന് അനാഥമാണ്. നീ കുടുംബത്തിലെത്തി നിൻ്റെ ഉത്തരവാദിത്വങ്ങൾ, ധർമ്മങ്ങൾ അവിടെ നിർവഹിച്ച് കുടുംബാംഗങ്ങളുമായി ഒന്നിച്ച് സന്തോഷത്തോടെ ജീവിക്കുക. എന്തൊരു ഹൃദയംഗമായ അനുഭവങ്ങളാണ് ശിഷ്യന്മാർക്ക് യേശുവിനോടൊപ്പം ഉണ്ടായിരുന്നപ്പോൾ പറയുവാനുള്ളത്. ഇനി എത്രയെത്ര സംഭവങ്ങൾ നമുക്ക് പത്രോസിൻ്റെ മനസ്സിലൂടെ യേശു ചോദിച്ച ചോദ്യത്തിനുത്തരമായി കടന്നു പോയിട്ടുണ്ടാകും. യെറീക്കോയിലൂടെ യേശു നടന്നു പോകുമ്പോൾ ബർത്തിമൂസ് എന്ന് പറയുന്ന ഒരു കുരുടൻ, നസ്രയനായ യേശുവേ എന്നിൽ കരുണയുണ്ടാകണമേ എന്നപേക്ഷിക്കുമ്പോൾ യേശുവിൻ്റെ ഹൃദയം അവനിലേക്ക് ചായുന്നു. അവനെ തൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരുവാൻ ഈശോ ആവശ്യപ്പെടുന്നു. ബർത്തിമൂസ് യേശുവിൻ്റെ അടുക്കലെത്തുമ്പോൾ യേശു അവനോട് ചോദിച്ചു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? എനിക്ക് കാഴ്ച വേണം. അവൻ്റെ ന്യായമായ ആവശ്യമായിരുന്നു അത്. നല്ലവനായ ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന ഈ പ്രപഞ്ചത്തെ കാണുവാനുള്ള കണ്ണുകളിപ്പോൾ അവനില്ല. ഈശോ അവന് കണ്ണുകൾ നൽകി, കാഴ്ച നൽകി അവനെ അനുഗ്രഹിക്കുന്നു. കേവലം കണ്ണുകൊണ്ട് കാഴ്ചകൾ കണ്ട് സന്തോഷം അനുഭവിച്ചാൽ മാത്രം പോരെന്നും, ഉൾക്കണ്ണ് തുറന്ന് കാണേണ്ടത് കാണുവാനും ചെയ്യേണ്ടത് ചെയ്യുവാനും അങ്ങനെ നന്മ ചെയ്ത് ദൗത്യ നിർവഹണം നടത്തണമെന്നൊക്കെയുള്ള ചിന്തയാണ് അതിലൂടെ ഈശോ പകർന്നു കൊടുക്കുന്നത്. ഇങ്ങനെ ഈശോയുടെ ജീവിത കാലഘട്ടത്തിൽ ഈശോയോടൊപ്പം കഴിഞ്ഞിരുന്ന ശിഷ്യന്മാർക്ക് എന്തെന്ത് സുന്ദരമായ അനുഭവങ്ങൾ! കരുണയുടെയും സ്നേഹത്തിൻ്റെയും അനുകമ്പയുടെയും പ്രവൃത്തികളാണ് ഈശോയുടെ കണ്ണുകളിലൂടെ, കൈകളിലൂടെ അവർക്ക് കാണാൻ സാധിച്ചത്. അതിൻ്റെ വെളിച്ചത്തിൽ പത്രോസ്ലീഹ യേശുവിനോട് പറയുന്നല്ലോ, അങ്ങ് സജീവനായ ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണ്. ദൈവത്തിൻ്റെ തന്നെ കരുണയുടെ മുഖമാണ് അങ്ങ് പേറുന്നത്. അങ്കിൽ ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് മറ്റൊന്നല്ല. പ്രിയമുള്ളവരെ, അറിവിൻ്റെ തലത്തിൽ പൊതുജനം യേശുവിനെ വിലയിരുത്തുന്നു. അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ യേശുവിനോടൊപ്പമുണ്ടായിരുന്ന ശിഷ്യന്മാർ യേശുവിനെ വിലയിരുത്തുന്നു. ഇന്ന് ജീവിക്കുന്ന നമ്മളോടും ഈശോ ചോദിക്കുന്നു, മക്കളെ, നിങ്ങൾക്ക് ഞാൻ ആരാണ്? നിങ്ങൾക്കെന്ത് തോന്നുന്നു? ഇവിടെ യേശു തന്നെക്കുറിച്ചുള്ള അഭിപ്രായം ചോദിച്ചതിന് ശേഷം തൻ്റെ പീഡാസഹനത്തെയും കുരിശുമരണത്തെയും കുറിച്ച് അവരുമായി പങ്കുവയ്ക്കുന്നു. ആ സമയം ശിഷ്യന്മാർ തങ്ങളിൽ വലിയവനാര് എന്നുള്ള ഗവേഷണം നടത്തുകയായിരുന്നു. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ
ആനന്ദിച്ചാഹ്ലാദിക്കുമെന്ന അപ്പസ്തോലിക ലേഖനത്തിൽ പറയുന്നു. ഇന്ന് നമ്മൾ വാരിക്കൂട്ടുന്നതും വാങ്ങിക്കൂട്ടുന്നതും നമുക്ക് യഥാർത്ഥ ആനന്ദം നൽകില്ല. ഉപഭോഗവാദവും സുഖഭോഗവാദവുമൊക്കെ അല്പം കഴിയുമ്പോൾ മനുഷ്യരെ നിരാശരാക്കും. 2018 ജലപ്രളയത്തിൽ നമ്മളിതൊക്കെ കണ്ടതാണ്. ഞാനെന്തോ ആണ്, എനിക്കെല്ലാം ഉണ്ട് എന്നൊക്കെ ധരിച്ചിരുന്നവർ ഒന്നുമില്ലാത്തവരായി, ഒന്നുമല്ലാത്തവരായി തീരുന്നതിന് അധിക നിമിഷം വേണ്ടി വന്നില്ല. അതുകൊണ്ട് തങ്ങളിൽ ആര് വലുത് എന്ന് നമ്മൾ അന്വേഷിച്ച് നമ്മുടെ വലിപ്പം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതിനേക്കാൾ നല്ലത് ദൈവം നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി അർപ്പിച്ചുകൊണ്ട് നമ്മളിൽ നിന്നും ദൈവം പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള നല്ല ഒരു ജീവിതം നയിച്ച് ധന്യമാവുകയാണ്. യേശു വലിയവനാര് എന്ന അവരുടെ അന്വേഷണത്തിന് ഉത്തരമെന്നോണം ഒരു ശിശുവിനെ ഉയർത്തി കാണിച്ച്, ശിശുവിനെ എടുത്ത് ഉയർത്തിപ്പിടിച്ചിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ ഇതുപോലെയാകണം, ശിശുക്കളെപ്പോലെ ആകണം. ശിശു കനമില്ലാത്ത ഒരു പൈതലാണല്ലോ. ബലമില്ലാത്തവനെ, അവശനെ പൊക്കുന്നതിനാണ്, പൊക്കിക്കാണിക്കുന്നതിനാണ്, ഉയർത്തിപ്പിടിക്കുന്നതിനാണ് ഈശോ അവിടെ ശ്രമിച്ചത്. എന്നാൽ പലർക്കും കനമുള്ളവനെ, കരുത്തുള്ളവനെ പൊക്കാനും താങ്ങാനുമൊക്കെയാണ് ഇഷ്ടം. അവരോടൊപ്പം നിൽക്കാനും അവരോടൊപ്പം നിന്ന് സെൽഫി എടുക്കാനും അവർ തങ്ങളുടെ പ്രിയപ്പെട്ടവനാണെന്നും ബന്ധുവാണെന്നും സ്വന്തക്കാരനാണെന്നും കൂട്ടുകാരനാണെന്നുമൊക്കെ പറയുവാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. അതേസമയം ദുർബലനെ, ക്ഷീണിതനെ, അവശനെ അവഗണിക്കാനും പുച്ഛമായി കാണാനുമൊക്കെയാണ് പൊതുവെ താല്പര്യം. യേശുവിൻ്റെ മരണത്തോടുകൂടി ശിഷ്യന്മാർ അനാഥത്വത്തിലായി. പത്രോസ് മറ്റു ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്, എനിക്കതിന് സാധിക്കും. താൻ ചില്ലറക്കാരനല്ല, തനിക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയും എന്ന വലിപ്പം കൂടെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിന് വേണ്ടിയാകാം മറ്റ് ശിഷ്യന്മാരോട് പത്രോസ് പറയുക, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ് എന്ന്. പത്രോസ് തിബേരീസ് കടലിൽ മീൻ പിടിക്കാൻ പോയി. പത്രോസിനോടൊപ്പം ഏതാനും ശിഷ്യന്മാരും പോയിട്ടുണ്ടാകാം. രാത്രി മുഴുവനും പത്രോസ് മീൻപിടുത്തത്തിൽ ഏർപ്പെടുന്നു. നേരം വെളുക്കുവോളം അധ്വാനിച്ചിട്ടും ഒരൊറ്റ മത്സ്യത്തെപ്പോലും വലയിൽപ്പെടുത്തുന്നതിന് പത്രോസിനും കൂട്ടർക്കും സാധിച്ചില്ല. അതിരാവിലെ അവർ വളരെ വിഷമത്തോടുകൂടെ കരയിലേക്ക് കയറാനും കടലിൽ തന്നെ ആയിരിക്കാനും പറ്റാത്ത ഒരു നിസ്സഹായ അവസ്ഥ പത്രോസിനുണ്ടായി. കാരണം പത്രോസ് അവരുടെ മുമ്പിൽ വലിപ്പം ചമഞ്ഞുകൊണ്ട് ഞാനാണ് വലിയവൻ എന്ന ബോധ്യം അവർക്ക് നൽകുന്നതിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചതാണ്. പക്ഷേ പത്രോസിന് അവരുടെ മുമ്പിൽ ഭീഷണനായി നിൽക്കാനേ സാധിക്കുന്നുള്ളൂ. ഒരൊറ്റ മത്സ്യത്തെപ്പോലും പത്രോസിൻ്റെ കൈവിരുതുകൊണ്ട്, കഴിവുകൊണ്ട്
പിടിക്കുന്നതിന് സാധിക്കാതെ വരുന്നു. അങ്ങനെ തോറ്റു തുന്നമ്പാടി തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന അവസരത്തിൽ യേശു അവിടേക്ക് ചെല്ലുന്നു. പത്രോസിനോട് ചോദിക്കുന്നു, മീൻ വല്ലതും കിട്ടിയോ? പത്രോസിൻ്റെ ആ തോൽവി കണ്ടാസ്വദിക്കുന്നതിന് വേണ്ടിയല്ല യേശുവിൻ്റെ ആ ചോദ്യം അപ്പോഴുണ്ടായത്. തോറ്റ പത്രോസിനെ എങ്ങനെ ജയിപ്പിക്കാം എന്നുള്ള ആഗ്രഹത്തിലാണ്. ഈശോ പത്രോസിനോട് പറഞ്ഞു, വലതുവശത്തേക്ക് വീശുക. പത്രോസ് വലതുവശത്തേക്ക് വല വീശി വല നിറച്ച് മത്സ്യം ലഭിക്കുന്നു. പത്രോസ് വല വലിച്ചു കയറ്റുന്നതിന് സഹപ്രവർത്തകരെയും അവിടെ കൂടിയ എല്ലാവരെയും അദ്ദേഹം ക്ഷണിക്കുന്നു. ആ യജ്ഞത്തിൽ അവർ വിജയിക്കുന്നു. തോറ്റ പത്രോസിനെ തോറ്റ സീറ്റിലിരുത്തി ജയിപ്പിക്കുന്ന അവസ്ഥയാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്വന്തം കാലിൽ വിജയിക്കാൻ ശ്രമിച്ച പത്രോസിന് സാധിക്കാതെ വരുമ്പോഴും പത്രോസിനെ യേശു തോൽപ്പിക്കാതെ അവനെ സഹായിക്കാൻ ശ്രമിക്കുന്ന മനോഭാവം യഥാർത്ഥത്തിൽ ഒരു ഗുരുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു വലിയ ഒരു കാര്യമാണ്. യേശു ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തത് തൻ്റെ മരണശേഷം തൻ്റെ പ്രവർത്തനം ലോകത്ത് തുടരുന്നതിന് വേണ്ടിയായിരുന്നു. അവരെ പഠിപ്പിച്ചൊരുക്കി വേണ്ടുവോളം അവർക്കതിനുള്ള അറിവും അനുഭവവും നൽകി ഈശോ പരിശീലിപ്പിച്ചെങ്കിലും യേശുവിൻ്റെ അഭാവത്തിൽ അവർ അതെല്ലാം മറക്കുകയും അവർ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അവിടെ പരാജയം ഏറ്റുവാങ്ങിയ പത്രോസിനെയും കൂട്ടരെയും മടക്കിക്കൊണ്ടുവന്ന് ആ ഉദാത്തമായ ദൗത്യം ഈശോ ഏൽപ്പിക്കുന്നു. നിങ്ങൾ മനുഷ്യരെ പിടിക്കേണ്ടവരാണെന്നും മഹനീയമായ കർമ്മങ്ങളാണ് നിങ്ങൾ നിർവഹിക്കേണ്ടതെന്നും അവരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ആ തനിമയിലേക്ക്, ആ ദൈവിക മേഖലയിലേക്ക്, ഉന്നതമായ ദർശനങ്ങളിലേക്ക് ഈശോ നയിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മളെയും വിളിക്കപ്പെട്ടിരിക്കുന്നത് ഉന്നതമായ ദർശനാത്മകമായ ജീവിതം നയിക്കുന്നതിന് വേണ്ടിയാണ്. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ കഴിവുകളും സിദ്ധികളും ഉത്തരവാദിത്വങ്ങളും ചുമതലകളും ഭംഗിയായി നിർവഹിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി മനുഷ്യർക്ക് നന്മ ചെയ്ത് ജീവിക്കുവാനാണ്. അതിനുവേണ്ടി നമുക്ക് ക്രിസ്തു ശിഷ്യരായ നമുക്ക് എപ്പോഴും ആഗ്രഹിക്കാം, പരിശ്രമിക്കാം. ദൈവം തന്നെ അതിന് അനുഗ്രഹം നൽകി നമ്മെ സഹായിക്കട്ടെ.